അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ചെന്ന് ഈ തുണിക്കടകളും ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ കോവിഡ് പകരുന്നതെന്നും അതുകൊണ്ട് ഇത് അടച്ചിടണമെന്ന് പറഞ്ഞു 10 ദിവസം 20 ദിവസം വളരെയധികം കാലം നമ്മൾ അടച്ചു. ഓണം ടൈമെങ്കിലാകുമ്പോൾ തുറന്നു കിട്ടുമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. സത്യത്തിൽ കാലിക്കറ്റ് മിഠായി തെരുവിലൊക്കെ വലിയ സമരങ്ങൾ നടന്നു. ഏകോപന സമിതി സമരം നടത്തി, വൻ വിജയം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയെ പോയി കണ്ടു, എന്നിട്ടും തുറക്കാനുള്ള ഒരു ആഹ്വാനം വന്നില്ല. അപ്പം നേരിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എൻ്റെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ അസോസിയേഷൻ നേതാവ് എല്ലാവരും കൂടി പറയുന്നത് ചിലപ്പോൾ തൃപ്തിയാവില്ല. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെയാണ്. 17,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. 2 മാസം ജോലി ചെയ്യാതെ ശമ്പളം കൊടുത്തു. ഇനി ഞാനിത് അടച്ചിടാൻ പോവുകയാണ്. അതുകൊണ്ട് സാർ എന്നെ സഹായിക്കണം. തമിഴ്നാട് ഇങ്ങനെയാണ്, കർണാടക അങ്ങനെയാണ്, ആന്ധ്ര ഇങ്ങനെയാണ്. ഓരോന്നും ഇത് തെളിവടക്കം കൊടുത്തതിൻ്റെ മുകളിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്ഷുഭിതനായി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് തുറക്കാൻ തീരുമാനിച്ചു. ഞാൻ തുറക്കാനുള്ളത് എന്താ വഴി എന്നുള്ളത് ആലോചിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് കേരളം മുഴുവൻ തുറക്കുക ചെയ്തു. അത് തുറന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന പകുതി വ്യാപാരികൾ കൂടി ഉണ്ടാവില്ലായിരുന്നു. ആ ഓണവും നമുക്ക് നഷ്ടപ്പെട്ടേ. അത് വാസ്തവത്തിൽ മറ്റു സംഘടനയെക്കാട്ടിൽ ഏറ്റവും ആവശ്യം നമ്മുടെയാണ്. നമുക്കൊരു ഓണക്കച്ചവടം പോയി എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. ഒരു 3-4 മാസത്തെ വ്യാപാരം മാത്രമല്ല, നാം സ്റ്റോക്ക് ചെയ്തതെല്ലാം പെട്ടുപോകും. അതുകൊണ്ടാണ് നമുക്കത് പറയാനും പ്രവർത്തിക്കാനും സാധിച്ചത്. നാം മാറി നിന്നിരുന്നുവെങ്കിൽ ഏകോപന സമിതിയെ സംബന്ധിച്ചുള്ള 1000 സംഘടനകൾ ഉള്ളതാണ്. അവർക്കെല്ലാം കൂടി ജനറലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിമുട്ട് നാം അറിയുന്ന അതേ അളവിൽ അവരറിഞ്ഞോളന്നില്ല. അതുകൊണ്ടാണ് നാം ഈ KTGയെ ശക്തിപ്പെടണമെന്ന് പറയുന്നത്. തിരിച്ചു മറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയാം, ഏകോപന സമിതിയുടെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ. ആ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അടുത്ത മിനിമം വേജസ് വന്നു. ഈ മിനിമം വേജസ് വന്നപ്പോഴും ഏകദേശം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഓരോ ജില്ലകളിലും നമുക്ക് പോയി പങ്കെടുക്കാൻ സാധിച്ചു. കാരണം നമ്മുടെ സംഘടന അത്രയധികം വളർന്നു. നമ്മൾ കേന്ദ്ര ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുത്താൽ എല്ലാ മീറ്റിങ്ങിലും ടെക്സ്റ്റൈൽ അസോസിയേഷൻ്റെ വ്യക്തികൾ പോയി. ഈ മിനിമം വേജസ് നടപ്പാക്കരുത്, ഇന്നത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാമാണ്, വ്യാപാരികൾ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകൾ ഇന്നതൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് മിനിമം വേജസും കൂടാതെ നിർത്തിയത്. അന്ന് നമ്മൾ പ്രധാനമായി പറഞ്ഞത് 3 കൊല്ലം 4 കൊല്ലം തൊഴിൽ ചെയ്യുന്നവന് ഏകദേശം മിനിമം വേജസിനേ ഉള്ളൂ. ഇന്നലെ വന്നവനും 4 കൊല്ലമുള്ളവനും ഒരേ സാലറി ആവുമ്പോൾ ഈ വ്യത്യാസം അവരിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഞാൻ അവരോട് പറയുകയാണുണ്ടായി. അങ്ങനെ നമുക്ക് ആ മിനിമം വേജസ് എന്നും ചെറിയൊരു തൽക്കാലം ഒഴിവ് കിട്ടിയെന്ന് വേണം പറയാൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം, അന്ന് ബാബുക്കിയും ഇവരൊക്കെ വളരെയധികം സജീവമായി പ്രവർത്തിച്ചതാണ്. രാമരാജ് തോത്തി, അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ സ്ഥലം മലപ്പുറം ജില്ലയാണെന്ന് എനിക്കറിയാം. നമ്മളതിൽ ഇടപെട്ടു. അതിൻ്റെ MD അദ്ദേഹം നേരിൽ തൃശ്ശൂർ വന്നു. ബാപ്പുക്കി ഉണ്ടായിരുന്നു, വേറെ പേരുണ്ടായിരുന്നു. അത് ചർച്ച ചെയ്ത് തെറ്റുപറ്റിയതാണെന്ന് ഞങ്ങൾ അത് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും സൗജന്യമായി കൊടുക്കാനാണ് എന്നാണ് ഞങ്ങൾ അറിയിച്ചതെന്നും അവര് അത് വില കുറച്ച് കൊടുക്കാനാണ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ തെറ്റ് അവർ സമ്മതിച്ചുകൊണ്ട് നമുക്ക് അവർ 4 മാസത്തേക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവർ അനുവദിച്ചു. അത് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളതും കൂടിയാണ്. അത് ഞാനൊരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇത് ഞാൻ സംസാരിക്കുന്ന കേരളത്തിലെ എല്ലാ ടെക്സ്റ്റൈൽ വ്യാപാരികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ പറയുന്നതിന് മുമ്പ് തന്നെ അവർ ഇങ്ങോട്ട് ഓടി വരികയില്ല. നമ്മളൊന്നും ഒരാളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകാറില്ല. അതേ സംഗതി V-സ്റ്റാറിലും ഉണ്ടായി. V-സ്റ്റാർ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ഒരു വില, നമുക്കൊരു വില ആ രീതിയിൽ ഉണ്ടാവില്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് ആ പറഞ്ഞ വാക്ക് ഇതുവരെ അവർ പാലിച്ചു പോകുന്നു. ഇപ്പോൾ ബാബുക്ക് പറഞ്ഞ പ്ലാസ്റ്റിക് ബാഗ്, ഓവൻ ബാഗ് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇതിനു മുമ്പ് അത് നിരോധിച്ചിരുന്നെങ്കിലും നമുക്കതിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. ആ GM മിനിമം തിക്നെസ് അതിന് വേണം, അതൊരു ഭാഗമാണ്. ഇത് നാം ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. CCI എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ
കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു നിയമമാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി ആരെങ്കിലും വില കുറച്ച് വിറ്റാൽ, അത് പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾ ഒരാളെ നശിപ്പിക്കാനായിട്ട് വില കുറച്ച് വിറ്റാൽ സ്വാഭാവികമായിട്ട് നിയമവിരുദ്ധമാണ്. അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും. നമ്മൾ അതിനും ഒരു മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. 3-4 ബില്ലുകൾ അതിന്റെ പ്രൂഫും എല്ലാം കൊടുത്തിട്ടുണ്ട്. പർപ്പസായി ഈ കോർപ്പറേറ്റുകൾ അവരുടെ കയ്യിൽ കൂടുതൽ സമ്പത്തുള്ളത് കൊണ്ട് ഒരു 3 മാസം വില കുറച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ട് ചെറുകിടക്കാരില്ലാതെയാവും. അത് നിയമവിരുദ്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞ CCI എന്ന് പറയുന്നത്. അതിലേക്കുള്ള നടപടികളുമായി നാം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അതേമാതിരി ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ പെട്ടെന്നാണ് വയനാട് ദുരന്തം ഉണ്ടായത്. അതിനുശേഷം ഓണാഘോഷം എല്ലാം നിർത്തി എന്നുള്ള ഒരു മെസ്സേജാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നത്. അത് വന്നതോടുകൂടി തന്നെ കേരളം ആകെ തകർന്ന നിലയിലായി. കാരണം ഓണം ആഘോഷിക്കാൻ പറ്റില്ല. ഈ ഓണം പഴയ മാതിരി വീടുകളിലേക്കാളും കൂടുതൽ ക്ലബുകളിലും റോട്ടറി ക്ലബിലും ഡയറ്റ്സ് ക്ലബിലും സ്കൂളുകളിലും എല്ലാം ഒരു കാലത്ത് സെറ്റുമുണ്ടും കേരള സാരിയൊക്കെ റെഗുലറായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതിന് ഓണാഘോഷത്തിന് മാത്രമേ ഉപയോഗിക്കുന്നു. ഒരു 6 മാസമായി നെയ്തെടുത്ത ഈ പ്രോഡക്റ്റുകളെല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സ്റ്റോക്കിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. മാതൃഭൂമിയിലും മനോരമയിലും ഞാൻ കൊടുത്തു. മാതൃഭൂമി നമ്മളെ വളരെയധികം സഹായിച്ചു. വലിയ ഫ്രണ്ട് പേജിൽ പോലും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തൊട്ട് ബാക്കിൽ വരെ കൊടുത്തു.